ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു റൊട്ടി മേക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഡോക്ടർ ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത്ര ഈസി അല്ലല്ലോ. അതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൊട്ടി മേക്കർ വാങ്ങിയത്. ഇത് വന്നിട്ട് ലിബ്രയുടെ റൊട്ടി മേക്കറാണ് കേട്ടോ. ഇത് 8 ഇഞ്ച് സൈസിൻ്റെ ഗ്രാനൈറ്റ് പാനുള്ള റൊട്ടി മേക്കറാണ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരു ഹാൻഡിലുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഗ്രീനും റെഡും ലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിലും സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. 1/4 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് മാവ്, അതായത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ ഇരട്ടി മാവ്. അങ്ങനെ തന്നെ ഡോ റെഡിയാക്കണം, അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൊട്ടി മേക്കർ ഓണാക്കി അതിൻ്റെ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് നമ്മുടെ റൊട്ടി മേക്കർ റെഡിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് ബലം കൊടുക്കരുത് കേട്ടോ, എന്നാൽ തീരെ ബലം കൊടുക്കാതെ ഇരിക്കരുത്. അങ്ങനെ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പരന്ന് വരും കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് റൗണ്ടായിട്ട് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സൈഡൊന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗത്ത് ഇതുപോലെ ബബിൾസൊക്കെ വന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ അടച്ചു വയ്ക്കുമ്പോൾ ഇത് തനിയെ പൊങ്ങി ചപ്പാത്തി പുറത്തോട്ട് വരും കേട്ടോ. നല്ല ഫുൾക്ക പോലെ നല്ല പൊങ്ങിയിട്ട് നല്ല പെർഫെക്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.